ചങ്ങായിമാരെ മോർണിംഗ്. 1 മണി ആയിട്ടുണ്ടേ. ഞാൻ നിൽക്കുന്ന അങ്കമാലി KSRTC സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലാട്ടോ. ഒരു യാത്ര പോവാണേ, മൂന്നാർ ചക്രമുടി പീക്ക് ട്രക്കിന് പോവാട്ടോ. അപ്പോൾ നമ്മുടെ ബസ് ഇപ്പോൾ വരും. നമ്മളൊരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പോകുന്നത്. ബസ് തൃശ്ശൂരിൽ നിന്നാണ് പോന്നേക്കണത്. അങ്ങനെ നമ്മൾ ട്രക്കിംഗ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇരുകുളം നാഷണൽ പാർക്കിലാണ് ചക്രമുടി പീക്ക്. അപ്പോൾ നമ്മൾ ട്രക്കിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മൾ എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ബസ് കേട്ടോ. പോണോ ഇങ്ങനെ നല്ല അടിപൊളി. അങ്ങനെയാണ് ഫോറസ്റ്റ് ഓഫീസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ തോന്നുന്നു ടിക്കറ്റൊക്കെ എടുക്കുന്നു. ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ പേരും അഡ്രസ്സും ID പ്രൂഫൊക്കെ കൊടുത്തു കേട്ടോ. ഇത്രയും പേര് ഇവിടെ ക്യൂ നിൽക്കുന്നു കണ്ടോ. ഇവരെല്ലാം ഫില്ല് ചെയ്യാൻ നിൽക്കുവാണ്. ഇതൊക്കെ നമ്മുടെ കൂടെ ട്രക്ക് പറ്റുന്ന ആൾക്കാരാട്ടോ. ഇതാട്ടോ നമ്മുടെ ട്രക്ക് പോണ റൂട്ട്. ഇത് പൊക്കത്തുണ്ടോ, അതാണ് ചക്രമുടി മുകളിൽ. അങ്ങോട്ടാണ് പോകണ്ട. കണ്ടിട്ട് നല്ല എലവേഷനാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് ആകെ 10 കിലോമീറ്ററേ ഉള്ളൂ. 5 അങ്ങോട്ടും 5 ഇങ്ങോട്ടും. പക്ഷെ നല്ല കയറ്റമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് പതുക്കെ നടന്നു തുടങ്ങിട്ടോ. ഇവിടെ മുഴുവൻ കൊങ്ങിണി പോവാട്ടോ. ഇത് അധിനിവേശ ചെടിയാട്ടോ ഇത് മൊത്തം. ഇതൊന്നും ആരും നട്ടുപിടിപ്പിക്കരുത് ഈ കൊങ്ങിണിപ്പൂ. നമ്മളിങ്ങനെ മുകളിലോട്ടാ പോണ. ഒന്നും കാണാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മഴ മൊത്തം കോടെ നമ്മളെ താഴേന്ന് കയറി വന്ന നല്ല സീനാട്ടാ കയറ്റാം.
നീ കോട കയറണം നോക്കി. താഴേന്ന് കയറി നമ്മൾ. ഇത് അത്യാവശ്യം സ്റ്റീപ്പ് കയറ്റാം കേട്ടോ അത്. അത്രേ സൈഡിൽ പോയല്ലേ, കാറ്റടിച്ച് കൊണ്ടുപോകും താഴോട്ട്. മഴ ഓടിയുണ്ട്. അങ്ങനെ അതിന്റെ മോളി വന്നിരുന്ന് ഒരു കഷ്ണം ബ്രെഡൊക്കെ തിന്നിട്ടോ. ഔഷധിയായിപ്പോയി. നല്ല കയറ്റം കേട്ടോ അത്. കേട്ടോ കോട കയറി കയറി വരും. അവരൊക്കെ നമ്മുടെ ഗ്രൂപ്പാട്ടോ. താഴേന്ന് തന്നെ ഉണ്ടോ. എല്ലാരും ഒരു ഹായ് ഒക്കെ പറഞ്ഞോ. എന്തായാലും ഇവിടെ അവരെ കേറിയില്ല. എന്തെങ്കിലും പറയാനുണ്ടോ ആദ്യം? ഒന്നും പറയാനില്ല. നിങ്ങളുടെ അതല്ല, നിങ്ങളുടെ എന്താണ് സദേൺ ട്രക്കേഴ്സിനെ കുറിച്ചോ എന്തെങ്കിലും ജസ്റ്റ്? സദേൺ ട്രക്കേഴ്സ് നമ്മൾ എല്ലാ മാസവും ഒരു ട്രക്കിംഗ് എന്നുള്ള രൂപത്തിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ 4ാമത്തെ ട്രക്കിംഗ് ആണ്. ഏകദേശം 70ഓളം പേരെയും കൊണ്ടാണ് നമ്മൾ വന്നത്. കേരളത്തിൻ്റെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ അല്ലേ എല്ലാവരും ഉണ്ട്. പല ഏജിലില്ല, പല ആളുകളും എല്ലാവരും ഇങ്ങനെ കയറി വരികയാണ്. നല്ലൊരു ക്ലൈമറ്റൊക്കെ ആണ്. ഇത് സദേൺ ട്രക്കേഴ്സിന്റെ ഓണറാട്ടോ. ഓണറല്ല, ഇതിനൊരു ഓണർ മുതലാളി. എല്ലാരും ഓണേഴ്സാണ്. എല്ലാരും ഓണേഴ്സാണ്. അപ്പൊ എല്ലാരും സദേൺ ട്രക്കേഴ്സിന്റെ കൂടെ ട്രക്ക് പോകാൻ എല്ലാരും ശ്രമിക്കുക കേട്ടോ. നല്ല ട്രക്കാണ്. ഫസ്റ്റ് ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ട്രക്കുകാരല്ല കേട്ടോ. സാറിന് എല്ലാരും ബിസിനസ് മൈൻഡഡ് ആണ് അല്ലേ? ഒരു പൈസ മേടിച്ചു കഴിഞ്ഞാൽ അവര് പിന്നെ അതെ, ഇത് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. അപ്പൊ എല്ലാരും സദേൺ ട്രക്കേഴ്സിനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യട്ടോ. ഇൻസ്റ്റാഗ്രാം ID എന്താണ്? കേരള സദേൺ ട്രക്കേഴ്സ്. അങ്ങനെ കയറി 1 മണിക്കൂറായി കേട്ടോ. ആകെ 0.67 കിലോമീറ്റർ ആയില്ല. നമ്മളിനി അതിൻ്റെ ടോപ്പിലേക്കാണ് പോകണല്ലോ. നമ്മൾ താഴേന്ന് കയറി വന്നത്. ഇവിടെയൊക്കെ പല്ലും നഖം ഉപയോഗിച്ച് ഒക്കെ കഷ്ടപ്പെട്ടാണ് പാറയുടെ മണ്ടയ്ക്ക് കയറിയത്. തെന്നലൊന്നുമില്ല കേട്ടോ. പക്ഷെ നമുക്ക് ഇങ്ങനെ സപ്പോർട്ടില്ലാത്ത കാരണം ചില സ്ഥലം സ്റ്റീപ്പാണ്, കയറാൻ പേടിയാണ് നമുക്ക്. എൻ്റെ ഷൂ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. ഡെക്കാത്തലൻ്റെ 4 ക്ലാസ് ആണ്. കുറച്ച് ഗ്രിപ്പുണ്ട്. ഇത് കണ്ടോ, മുകളിലേക്ക് ഒരു കുരിശുമലയുണ്ടേ. അതിൻ്റെയാണ് ഈ എഴുതിയേക്കണം. ഇത് 11th പോയിൻ്റാണ് കുരിശുമലയുടെ. ഇനി ഞാൻ കുരിശ് വരെ എത്തിയിട്ടില്ല. നമ്മൾ കുരിശ് കണ്ടിട്ടില്ല. ഇനി ഇത് മുഴുവൻ കയറാൻ കിടക്കും. ഞാൻ കുറച്ച് ബ്രെഡ് കൂടെ തിന്നു. നമ്മൾ രാവിലെ വെളുപ്പിനെ വന്നല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. കോട കയറി വന്നു. ഏതാണ് ചക്രമുടി പീക്ക് എന്ന് തോന്നുന്നു. അതാണിപ്പോൾ കാണുന്ന നിലവിൽ. കോട കയറണേ. ഇതുണ്ടോ, ഇവിടെയൊക്കെ പാറയാ. അങ്ങനെ നമ്മളൊരു കുരിശിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് കുരിശുമല. ഇതാണ് നമ്മുടെ കുരിശ്. അങ്ങനെ നമ്മൾ ആ പാറയുടെ ബാക്കിൽ നിന്നാട്ടോ ഇറങ്ങി വന്ന. ആൾക്കാർ വരണ കണ്ടോ. ഭയങ്കര പാടാട്ടോ. കുറേ സ്ഥലത്തൊന്നും സത്യം പറഞ്ഞെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം പാറ കയറി ഇറങ്ങി കഴിയുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കണ്ടേ. ഈ ഒരു ഫോറസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു.
പൂ നോക്കിക്കേ. ഇത് പൂവാണോ ഇലയാണോ? പൂവാ. ദേ അതിൻ്റെ മണ്ടൊക്കെ ആൾക്കാരൊക്കെ നോക്കി. ഇതാണോ? അവിടെ കയറി പിന്നെ ഇറങ്ങണം എന്നാ എനിക്ക് തോന്നുന്നു. കോട കയറിക്കൊണ്ടിരിക്കോ. അങ്ങനെ നമ്മള് കാട്ടി കയറുവാണേ. ഇതിൻ്റെ ഉള്ളിലുള്ള കാട്ടുപോത്തും കാണും. ഇവിടെ കാട്ടുപോത്ത് കഴിക്കുന്ന ഏതോ ഒരു ഇലയുണ്ട്. ആ ഒരു ചെടിയുണ്ട്. ഈ മഷ്റൂം. നമ്മൾ ആ കുന്നിൽ ഈ കുന്നിൽ വന്നു. സൂപ്പർ. ഞാൻ അവിടെ നിന്ന് എടുത്തായിരുന്നു. അതിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. നല്ല പൂവല്ലേ? നമ്മളൊരു കാട്ടിക്കൂടെയൊക്കെ കയറി വരുന്നുണ്ട്. കല്ല് കാണാൻ പറ്റണല്ലോ അല്ലേ? പുല്ല് നിൽക്കണേ കല്ലൊന്നും ചവിട്ടിയിട്ട്. ഇപ്പോഴാണ് കുറച്ച് നിരപ്പ് കിട്ടിയത്. സൂപ്പർ വ്യൂ. അതല്ല, ഇതാണ്. ഓ, ഇതാണ് നീലക്കുറിഞ്ഞിയുടെ ചെടി. പക്ഷെ ഞാൻ പൂവ് കണ്ടില്ല കേട്ടോ അവിടെ. അങ്ങനെ നമ്മള് കാട്ടിക്കൂടെ വന്ന് ഒരു മേട്ടിലെത്തി. കാട്ടിക്കൂടെ വന്നൊരു മേട്ടിലെത്തി. ഒരെണ്ണം കൂടെ വീഡിയോ ആ. സൂപ്പർ വൈബ് കേട്ടോ. കോട, മഴ എല്ലാം കൂടെ. കോട ഒന്ന് മൂടിക്കൊണ്ടിരിക്കാം. ഇങ്ങനെ നമ്മള് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു.
ഗഡ്വാള അങ്ങനത്തെ പേര്. താഴേന്ന് ഇവിടെ ആൾക്കാർ കണ്ടു നോക്കി. നമ്മൾ ഇത്രയും കയറ്റം കയറിയാണോ കണ്ടോ. ഇതിന്റെ മുകളിലേക്കാ പോകണ്ട കണ്ടോ. ഇവിടെ നിന്ന് കുറച്ച് പേര് വരുന്നുണ്ട്. അയ്യോ മാഷേ നടക്കും മാഷേ. ഉണ്ടേ പുറോട്ട് മാറരുത്. അങ്ങനെ നമ്മൾ കയറി കയറി ഏകദേശം ടോപ്പെത്താനായിട്ട്. സൂപ്പർ. അതെ, നമ്മള് വന്ന റോഡ് താഴെ കാണുന്നു. സോറി, ഇതാണ് നീലക്കുറിഞ്ഞി. ഇതാണ് നീലക്കുറിഞ്ഞി കണ്ടോ. കൊറേയൊക്കെ കരിഞ്ഞ് കിടക്കണം, കുറച്ച് പോവുള്ളൂ. പുല്ലും മരവും വള്ളിയൊക്കെ പിടിച്ചു കയറിയ കയ്യൊക്കെ ഒരു പരുവായി. മരത്തേലൊക്കെ ഒരു തുരുമ്പിന്റെ കളറുണ്ട്. അതെന്താണ് എന്തോ ഒരു തുരുമ്പിന്റെ കളർ. ഇരിക്കാണ്ട എന്ത് റെസ്റ്റ് നടക്ക്. നമ്മുടെ വരയാടിന്റെ കാഷ്ടം കണ്ട ഇവിടെ എവിടെയോ ഉണ്ട്. ആശാന്മാർ ഇവിടെ എവിടെയോ ഉണ്ട്. നമ്മളെ കുറച്ച് ടോപ്പിലെത്തി. ചെറിയൊരു മഴ വന്നിട്ടോ. കൂടെ വയ്ക്കാം. ഈ താഴെന്ന് ആൾക്കാർ വരുന്നുണ്ട്. പാറ ക്ലൈംബ് ചെയ്ത് എത്തിയിട്ടുണ്ട്. ഇതാണോ ആണോ എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ ഇതല്ല. ദേ അത് കണ്ടോ, അതാണ് ചക്രമുടി. ഇതായിരുന്നെങ്കിൽ എന്ന് ഞാൻ വെറുതെ ആഗ്രഹിച്ചു. ഒരു കാര്യവുമില്ല. ബാ പോവാം. കോട കയറിയുണ്ട്. ഇത് പക്ഷെ നല്ല ഇതാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടഫാ, പക്ഷെ കൊള്ളാട്ടോ. മറ്റേ കൊളുക്കുമലൊക്കെ പോണേലും സൂപ്പറാ അത്. വാവ്, സൂപ്പർ വ്യൂ. കോട മഴ ഒക്കെ കയറി കയറി വരുന്നുണ്ട്. എൻ്റെ അമ്മ, ഇവിടെ പണിയാണല്ലോ. ദാ ഒരാള് ട്രക്ക് കഴിഞ്ഞ് വരുന്നു. Yeah, I understand this. I have to say, like, when I buy food, I also don't really know the quality. So for me, ഫ്രാൻസിന്ന് വന്ന കേട്ടോ അവര്. അവരുടെ കൂടെ പട്ടി പോകുന്നു. നമ്മുടെ കൂടെ വന്നപ്പോ അതിനെ ആരും മൈൻഡ് ചെയ്തില്ല താഴേന്ന്. എൻ്റെ അമ്മേ, എന്തോ സംഭവം വരുന്നുണ്ട്. ഇറങ്ങാൻ പറ്റുമോ? ഇനി പാസേജിൽ കൂടെ പോണം. അവിടെ കയറണം. ലാസ്റ്റ് നല്ല കയറ്റാട്ടോ. ഇത് നോക്കി, നമ്മളെ പാറയുടെ ടോപ്പിന്ന് ഇറങ്ങിയത് അവിടെ കണ്ടോ. നമ്മൾ ടോപ്പിലെത്താറായിട്ടോ. അതാണ് ചക്രമുടി പീക്ക് കണ്ടോ, എല്ലാ ആൾക്കാർ ഇരിക്കുന്നു.
ഇതാണ് കൊക്ക 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 എന്ന് കേട്ടിട്ടില്ലേ ഇത്? കോട ഒരു രക്ഷയില്ല അല്ലേ, സൂപ്പർ വൈബാ. നമുക്ക് ആരെയായിട്ട് കാണാൻ പറ്റില്ല എങ്കിലും ഒരു രസമല്ലേ ഇത് കാണാൻ. നിങ്ങളതാ ചെക്കൻ കാത്തിക്കണ്, ഇത്ര നേരം കാത്തിക്കണ്. സ്റ്റീപ്പാണല്ലോ, പണിയാണല്ലോ. ഞങ്ങളൊന്ന് ശ്വാസം അങ്ങനെ ചക്രമുടിയുടെ ടോപ്പിലെത്തിട്ടോ. ഞാൻ ഇവിടം വരെ വന്നിട്ട് എനിക്ക് കേറാൻ പേടിയായിട്ട് ഞാൻ കേറാതെ ഇരിക്കട്ടെ, ഇവരെല്ലാം കൂടെ എന്നെ വലിച്ചു കയറ്റി. ആ കണ്ടു ആ ഇങ്ങോട്ടാ ആദ്യം പോയ ആൾക്കാർക്ക് മിസ്സാണോ? നല്ല കോട, ചെറിയ ചാറ്റമഴ ഉണ്ട് കേട്ടോ, പൊടി മഴ. ഞാൻ 2019 അതായത് എന്റെ ഡിഗ്രി പൂർത്തിയായതിനു ശേഷമാണ് എന്റെ യാത്രകൾ തുടങ്ങിയത്. ആദ്യം കുറെ ആൾക്കാർക്ക് അറിയാം, ആദ്യം ഞാൻ കേരള ടു കാശ്മീർ സൈക്കിളിൽ ചെയ്തിട്ടുണ്ട്, ഒരു 2.5 മാസം നീണ്ടു നിൽക്കുന്ന യാത്ര. അതിനുശേഷം കോവിഡിന് ശേഷം 2021 കോവിഡിന്റെ സമയം തന്നെയാണ് വീണ്ടും സൈക്കിളിൽ മറ്റൊരു യാത്ര സോളായി നടത്തി ലഡാക്കിലൊക്കെ പോയി. അതിനുശേഷമാണ് ട്രക്കിങ്ങിലേക്ക് വരുന്നത്. ഫസ്റ്റ് ഒരു വിന്റർ ട്രക്ക് ചെയ്തു കേദാർഗന്ധ 2020-21 ആ സമയത്ത്. പിന്നെ ഞാനും സൂരജൊക്കെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് 2021 പോയി. അവിടെ നിന്നാണ് സൂരജിനെ കിട്ടുന്നത്. പിന്നെ ഇപ്പൊ കഴിഞ്ഞ വർഷം അതിനുശേഷം ഒരുപാട് ട്രക്കിങ്ങുകൾ ചെയ്യും, അങ്ങനെ ട്രക്കിങ്ങുകളും. പക്ഷെ ഞങ്ങൾ കേരളത്തിലുള്ള ട്രക്കിങ്ങുകൾ വളരെ കുറവായിരുന്നു. ഒരാള് നമ്മളൊന്ന് അഗസ്ത്യാർകൂടം ചെയ്തു. ഇപ്പോൾ മഴയായിട്ടോ, നല്ല കോടയുണ്ട്, ഓരോരുത്തർ ഇറങ്ങി തുടങ്ങി. ഇവിടെ ഉണ്ട്. സമയം വന്നിട്ട് 2:15 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ട്രക്ക് അവസാനിച്ചേ. എൻ്റെ അമ്മ പൂപ്പാട് വന്നു, നല്ല പാടായിരുന്നു. ഞാൻ വിചാരിച്ചില്ല ചക്രമുടി പീക്ക് ട്രക്ക് ഇത്ര ടഫാണ്. മഴയും കൂടെ വന്നിടയ്ക്ക്, അപ്പോൾ കൂടുതൽ റോക്കാണ്, അപ്പോൾ ഇറങ്ങുമ്പോൾ തെന്നുന്നു. പിന്നെ ഇവരൊക്കെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടോ. അങ്ങനെ താഴെ ഇറങ്ങിയിട്ടുണ്ട്. കോട നോക്കിയേ, മുകളിലൊക്കെ കോട വന്ന് മൂടി തുടങ്ങിട്ടോ, ഒന്നും കാണാൻ വയ്യ. നമ്മൾ തിരിച്ച് ഫോറസ്റ്റ് ഓഫീസിലെത്തിയേ. പിന്നെ മുകളിൽ ഞങ്ങൾ എന്നപ്പോൾ അപ്പടി കോടയെന്ന് നമുക്ക് കുറേ സാധനമൊന്നും കാണിക്കാൻ പറ്റിയില്ല. അവിടെ വേറെന്തോ ശിവൻ്റെ ഫേസുള്ള ഒരു പാറയൊക്കെ ഉണ്ട്. ശിവനും പാർവതിയുടെയും അംശമുള്ള മലയാണെന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ടാണ് പണ്ട് സ്വർഗം എന്നായിരുന്നു ഇതിൻ്റെ പേര്. അപ്പോൾ സ്വർഗം തമിഴന്മാർക്ക് പറയാനായിട്ട് സായും ഗായും ഇല്ലാത്ത കാരണം അവർ സൊക്ര എന്ന് പറഞ്ഞ് സ്വർഗം ചക്രമുടിയായി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കഥ. നമുക്ക് മുകളിൽ കോടാരണം ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചിവിടെ എത്തി. എൻ്റെ ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് സ്ലിപ്പറി. അപ്പം ഈ ഷൂവിൻ്റെ ഫ്രണ്ടിലേ കാല് വിരലിടിച്ചിട്ട് നഖം ഇങ്ങനെ വേദനിച്ചിട്ട് എനിക്ക് നടക്കാനും വയ്യ. കോടയ്ക്ക് സൂപ്പർ കോട. ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, എല്ലാവരും തളർന്ന്. അപ്പോൾ നമ്മളിനി പോയി ഫുഡൊക്കെ കഴിച്ച് നേരെ എറണാകുളത്തിന് പോവാട്ടോ. എനിക്ക് ഷൂ ഒന്ന് ഊരി വെക്കണം, എൻ്റെ നഖം വേദനിച്ചിട്ട് എനിക്ക് വയ്യ. പക്ഷെ നല്ലതാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പാടാണെങ്കിലേ നമ്മൾ ഈ നേത്രാവതി പീക്ക് മാംഗ്ലൂരൊക്കെ ചെയ്തതിലും പിന്നെ മീശപ്പുലിമല എന്ന് പറയാം. മീശപ്പുലിമല വേറൊരു വൈബാണ്. അത് സെക്കൻഡ് ലാർജസ്റ്റ് പീക്കാണ്. ഇത് തേർഡാണ് ചക്രമുടി. ഫസ്റ്റ് ആനമുടിയാണ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ബൈ. ഇനി വേറൊന്നും എൻ്റെ കൈയൊക്കെ നോക്കിയേ, പാറയ്ക്കകത്ത് കുത്തി കണ്ടോ
ഇന്ന് ഞാൻ ബെയർ ഹാൻഡാണ് ട്രക്ക് ചെയ്ത് ഇറങ്ങി. കഴിഞ്ഞ ദിവസം ബെയർ ഫൂട്ട് ഓടിയിട്ട് കാലൊക്കെ ഇതായിരുന്നു. ഇന്ന് ഞാൻ ബെയർ ഹാൻഡ് ട്രക്ക് ചെയ്ത്. എൻ്റെ കൈ മുഴുവൻ ചെളി അന്നിങ്ങനെ ഓരോന്ന് കുത്തി ചമ്മന്തിയൊക്കെ ആയിരിക്കും. ഈ പോയിട്ടൊന്ന് വാഷൊക്കെ ചെയ്യണം. അപ്പം ശരി, ബൈ 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 ബൈ. അങ്ങനെയുള്ള ട്രക്ക് കഴിഞ്ഞ് മൂന്നാർ വന്നിട്ടോ. അപ്പം ഇപ്പോഴാണ് ഫുഡ് കഴിച്ചത്. ഞാൻ ആലു പൊറാട്ട കഴിച്ചിട്ടുണ്ടോ ബൈസൺ. അപ്പം നമ്മുടെ ബസ് ഇവിടെ എങ്ങാണ്ടോ. അപ്പം നമ്മള് നടന്ന് ഇവിടെ എത്തിയതാ. പൂപ്പാറ, തേനി, കുമളി, മധുരൈ. അവിടെ എവിടെയാണ് ബസ് കിടക്കണത്. ഞങ്ങള് ബസ് അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കും. ഞാൻ ബെയർഫൂട്ടായി. ട്രക്ക് കഴിഞ്ഞിട്ട് ഷൂ ഒക്കെ ഉപേക്ഷിച്ച് ഇപ്പൊ ചെരുപ്പിടാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇനി മൂന്നാറും ഉണ്ട്. വെള്ളച്ചാട്ടം കണ്ടില്ലെന്ന് പറയല്ലേ. വെള്ളച്ചാട്ടം അല്ല കേട്ടോ, ഈ റോഡ് സൈഡിലൊരു ചെറിയൊരു ബ്രിഡ്ജ് സ്ക്രീൻ പോലെ.